നാളെ അത്തല്ലേ കളോടുള്ള പൂക്കളാ. നിനക്കറിയാലോ അമ്മി, നിന്റെ അച്ഛൻ ഇതൊന്നും സമ്മതിക്കില്ലെന്ന്. അങ്ങേര് കള്ളം കുടിച്ചു വന്നാ. അപ്പൊ അമ്മയല്ലേ പറഞ്ഞത് ഈ കൊല്ലം എന്തായാലും നമ്മൾ ഓണം കൊള്ളുന്ന? അമ്മ എന്നെ പറ്റിക്കായിരുന്നാ? പറ്റിക്കല്ല മോളെ, നമ്മുടെയൊക്കെ ഒരു ഗതികേടാ. അതൊക്കെ പറഞ്ഞാ മോൾക്കിപ്പം മനസ്സിലാവില്ല. ആണ്ടിലൊരിക്കൽ വരുന്നൊരു ഓണാണ്. അത് കൊള്ളാനും വേണം ഒരു ഭാഗ്യവും യോഗമൊക്കെ. എന്റെ കൃഷ്ണ, നല്ലൊരു പൂക്കളെല്ലാം ഇട്ട് എല്ലാരെ പോലെ എന്ന സന്തോഷത്തോടെ ഞങ്ങൾക്കൊരു ഓണം ആഘോഷിക്കാൻ പറ്റാ. പറ ഭഗവാനെ, എന്ത് മിണ്ടാത്ത കൃഷ്ണ? എന്താ അമ്മി, ഇന്ന് ചായ ഒന്നും കുടിക്കണില്ലേ? എനിക്കൊന്നും വേണ്ട. നീ ഇങ്ങനെ പിണങ്ങാതെ, ഞാനൊന്ന് പറയട്ടെ. വേണ്ട, അമ്മ പറയാൻ പോയെന്താന്ന് എനിക്കറിയാം. അടുത്ത കൊല്ലം എന്തായാലും ഓണം കൊള്ളാന്നല്ലേ? കഴിഞ്ഞ കൊല്ലം പറഞ്ഞു ഈ കൊല്ലം കൊള്ളാന്ന്. ഈ കൊല്ലം വന്നപ്പോ അടുത്ത കൊല്ലം കൊള്ളാന്ന്. എടി ബുദ്ധു, അതൊന്നുമല്ല. അതല്ലെങ്കിൽ പിന്നെ ടൗണിൽ പോയി ഓണക്കുര എടുക്കുന്ന കാര്യം പറയാനാ? നിനക്ക് എങ്ങനെ അത് മനസ്സിലായി? ദേ, അമ്മനെ ദേഷ്യം പിടിക്കാൻ പൊക്കോട്ടാ. എടി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, അമ്മയൊന്നും പറയണ്ട. ഓണ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ ചെല്ലുമ്പോൾ ഫ്രണ്ട്സ് എല്ലാം പുത്തൻ ഓണക്കോടി ഇട്ടുകൊണ്ട് വരും. ഞാൻ മാത്രമേ പഴയ പനാസിട്ടുകൊണ്ട് പോണം. എടി, അതാ ഞാൻ പറഞ്ഞു വരുന്നേ. ഇക്കൊല്ലം നിനക്ക് ഓണക്കോടി എടുക്കും. ഇത്തവണ അനാമിക CB എന്ന എൻ്റെ ആമിക്കുട്ടി ഓണാവധി കഴിഞ്ഞു പോകുമ്പോൾ പുത്തൻ ഉടുപ്പിട്ടേ പോകൂ. അതിന് കാശ് എവിടുന്നാ? അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. വേണ്ടമ്മേ, എനിക്ക് ഓണക്കോടി മേടിക്കാൻ അമ്മ ആരെങ്കിലും കടം ചോദിക്കേണ്ടി വരും. പിന്നെ അത് വീട്ടാൻ അമ്മ തന്നെ കഷ്ടപ്പെടണം. എനിക്കുള്ളതൊക്കെ മതി. അത് പോരാ, ഇത്തവണ എൻ്റെ മോൾക്ക് അമ്മ ഓണക്കോടി വാങ്ങി തരും. അങ്ങനെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. കാശ് കാണിച്ചാലേ ഞാൻ വിശ്വസിക്കുള്ളൂ. അവളുടെ ഒരു കാര്യം. വാ. അമ്മ കാശ് കാണിച്ചിട്ട് പറഞ്ഞ എന്തീ തിരക്കണേ? അതൊക്കെ ഉണ്ടടി. ഇവിടെയാണ് നിന്റെ അച്ഛൻ്റെ കണ്ണെത്താത്ത ഏക സ്ഥലം. വേറെ എവിടെ വെച്ചാലും നിന്റെ അച്ഛൻ CID വർക്ക് ചെയ്ത് ബാറിക്കൊണ്ടു കൊടുക്കും. അപ്പൊ അമ്മ കാശ് ഒളിപ്പിച്ചേക്കുന്ന സ്ഥലം ഇതാണല്ലേ? ഇപ്പൊ നിനക്ക് വിശ്വാസായില്ലേ? നമ്മളെപ്പോഴും ഡ്രസ് എടുക്കാൻ പോണേ. താമസിക്കണ്ട, പോയേക്കാം. വാ, ഇപ്പൊ തന്നെ പോയേക്കാം. ഇത്രയും കാശ് പൂത്തി വെച്ചിട്ടല്ലടേ ഇന്നലെ ഒരു 100 രൂപ ചോദിച്ചിട്ട് നീ ഇല്ലാന്ന് പറഞ്ഞേ. ഇപ്പൊ നിനക്ക് എവിടെന്നടി കാശ്? ഇത് ഓണത്തിന് ഞാൻ ആമയ്ക്കൊരു ഡ്രസ്സ് വാങ്ങിക്കാൻ കൂട്ടിവെച്ച കാശായത്. കാശ് കൂട്ടി വെക്കുന്നത് എവിടെയാണോടി? വേറെ എവിടെ വെച്ചാലും നിങ്ങൾ എടുത്തോണ്ട് പോയി കള്ളു കുടിച്ച് തൊലക്കില്ലേ? ഞാൻ കള്ളു കുടിച്ച് തൊലക്കണതേ നിന്റെ ചെലവുണ്ടാ? പറയടി, ഇതുപോലെ നീ എവിടേക്ക് കാശ് വെച്ചിട്ടുണ്ടീ? പറയാൻ നിങ്ങൾ എന്തായി പറയണേ? അതിനും മാത്രം കാശ് എന്റെ കയ്യിൽ എവിടുന്നാ? ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും കാശ് എവിടെ കിട്ടിയ? പറയടി, പറയാൻ. നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റും. ഞാൻ നോക്കട്ടെ. ബാക്കി തിരിച്ചു വന്നിട്ട് കാണാടി. നിന്റെ അമ്മയുടെ ഒരു ഓണക്കോടി പൊതപ്പിക്കാടി ഞാൻ രണ്ടിനെയും. അതും ബാലന്റെ അടുത്ത്. മോളെ, ഒന്നിനും വിശ്വസിക്കാൻ പറ്റില്ല. എന്താടാ, ഓണം എത്തിയില്ല, അത്താവണേ ഉള്ളൂ. അപ്പോഴേക്കും തുടങ്ങിയോ നിന്റെ ഓണത്തല്ല്? പോതല്ലേ. എന്തൊന്നാടാ ഇത്? ഇവിടെ അയൽവക്കക്കാർക്കൊന്നും കിടന്നുറങ്ങണ്ടേ? ഇന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ അമ്മ എന്താ ആലോചിക്കണേ? ഏയ് ഒന്നുമില്ല. സമയം എത്ര ആയിട്ടും അച്ഛനെ കാണുന്നില്ലല്ലോ. കൊണ്ടുപോയ കാശ് കുടിച്ചു തീർക്കണ്ടേ? വല്ല വഴിയിലും ബോധം കെട്ട് കിടക്കണ്ടാവും. ഞാൻ പോയി നോക്കിയാലോ? ഈ രാത്രിയിലോ? അത് വേണ്ട, വരാനുള്ളവർ വരും. നേരെ ഒരുപാടായി. വാ. അമ്മേ, എന്നാലും
മോൾക്കൊരു ഓണക്കോടി വാങ്ങിക്കാൻ നുള്ളിപ്പറക്കി വെച്ച കാശ. അതും അങ്ങേര് കൊണ്ടുപോയി കള്ളു കുടിച്ചു. സാരമില്ലമ്മേ, ഞാൻ മാത്രം ഓണക്കോടി ഇട്ടോണ്ട് ഓണാവൂ. അമ്മയും അച്ഛനും നമ്മളെല്ലാവരും സന്തോഷത്തോടെ പൂക്കളിട്ട് ആഘോഷിച്ചാലല്ലേ ഓണാകൂ. അമ്മ വിഷമിക്കേണ്ട മോളെ. എന്താ നിർത്തിയത്? ആമിക്കുട്ടിയുടെ നൃത്തം കണ്ടിട്ടാ ഞാനിങ്ങോട്ട് വന്നത്. നൃത്തം അസലായിട്ടോ. ഇത് ആമിക്കുട്ടിക്ക് എൻ്റെ വക ഒരു സമ്മാനം, ഓണസമ്മാനാണ്. വാങ്ങിച്ചോ. ഹായ് ഓണക്കോടി. ആമിക്കുട്ടിക്ക് ഇഷ്ടായോ? ഇഷ്ടൊക്കെയായി. എന്താ, എന്തു പറ്റി? ആമിക്കുട്ടിയുടെ മുഖം പെട്ടെന്ന് വാടിയല്ല. എന്താ, ഓണക്കോടി ഇഷ്ടായില്ലേ? ആ, ഇഷ്ടായി. ശരിക്കും ഇഷ്ടായി. പിന്നെന്താ പെട്ടെന്ന് മുഖം വാടിയത്? ഏയ്, ഒന്നുമില്ല. അത് കള്ളം. ആമിക്കുട്ടി നല്ല കുട്ടിയല്ലേ? നല്ല കുട്ടികൾ കള്ളം പറയോ? അത് പിന്നെ വേണ്ട, എനിക്കറിയാം ആമിക്കുട്ടി എന്താ പറയാൻ പോണേന്ന്. ആമിക്കുട്ടി നേരത്തെ അമ്മയോട് പറയണത് ഞാൻ കേട്ടു. ആമി മാത്രം ഓണക്കോടി ഉടുത്ത ഓണമാകില്ല. അച്ഛനും അമ്മയും എല്ലാവരും ഓണക്കോടി ഉടുത്ത് ഓണപ്പൂക്കളിട്ട് സന്തോഷത്തോടെ ഓണം ആഘോഷിച്ചാലേ ഓണമാകൂന്ന്. ഇതാ അച്ഛനും അമ്മയ്ക്കുള്ള ഓണക്കോടി. വാങ്ങിച്ചോ. എന്നും പാതിരാവരെ കാത്തിരിപ്പാ. വന്നാ പിന്നെ അങ്കോ ആറാട്ടും. തന്നിഷ്ടം പോലെ നടന്ന് എന്തേലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരും. അമ്മേ, അനുഭവിക്കാൻ ഇവിടെ ഒരാളുണ്ടല്ലോ. ആരോട് പറയാൻ? എല്ലാം എൻ്റെ തലവിധി. എന്താ അമ്മേ, എന്തു പറ്റി? ദേ ചെന്ന് നോക്ക്. അയ്യോ, അച്ഛനത് എന്ത് പറ്റി? എന്താ അച്ഛ പറ്റിയേ? ഒന്നുമില്ല മോളെ. ഒന്നുമില്ലാണ്ടാണ് ഇതുപോലെ കയ്യും കാലം കെട്ടി വെച്ചുള്ളത്. പറച്ച, എന്ത് പറ്റി? അമ്മേ, അച്ഛന് ഇന്നലെ ടൗണിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ഈ കെട്ട കഴിക്കുന്നതുവരെ കുറച്ചാൾ റെസ്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. പേടിക്കൊന്നും വേണ്ട കേട്ടാ. ശരി ചേച്ചി, ഞാൻ ഇറങ്ങട്ടെ എന്നാ. ബാലേട്ടൻ നിർബന്ധം പറഞ്ഞുകൊണ്ടാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യം നിങ്ങളോട് പറയാണ്ടിരുന്നത്. കാലിൻ്റെ എല്ലിന് നല്ല പൊട്ടുണ്ട്. അവിടെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞതാ, ബാലേട്ടൻ സമ്മതിച്ചില്ല. കുറ്റം ബാലേട്ടൻ്റെ. അടിച്ച് പൂക്കുറ്റിയായി വണ്ടിയുമേ ചെന്ന് കയറി. ഭാഗ്യത്തിന് വണ്ടിക്ക് സ്പീഡ് കുറവായിരുന്നു, അതുകൊണ്ട് ഇത്രയും സംഭവിച്ചുള്ളൂ. അല്ലെങ്കിൽ കാണായിരുന്നു. ആരാ മുരളി? ആ വണ്ടിക്കാരൻ അറിയുന്ന ആളാ? ഇവിടുത്തുകാരനൊന്നുമല്ല. എന്തായാലും ആള് നല്ല മനുഷ്യനാ. ആളുടെ വണ്ടി തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഹോസ്പിറ്റൽ ബില്ലും മരുന്നും എല്ലാം കൊടുത്തത് ആള് തന്നെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. മെഡിസിനൊക്കെ ആ കിറ്റിലുണ്ട്.
കുടിക്കണോ? പതുക്കെ. എന്താ അച്ഛാ, വേദനിക്കുന്നുണ്ടോ? വേദന ഉണ്ടെങ്കിൽ ഗുളിക എടുക്കട്ടെ? കാലിങ്ങനെ നീട്ടിവെച്ചുള്ള കിടപ്പല്ലേ, അതാ. മോളെ, നീ പോയാ തലോണ എടുത്തിട്ട് വാ. കാലൽപ്പം പൊക്കി വെച്ച ആശ്വാസം ഉണ്ടാവും. ദാസാ, ദാസാ, ഇങ്ങോട്ട് വന്നേ. കുമാരേട്ടാ, പിന്നെ വരാ, ഇങ്ങോട്ട് വാ. ഞങ്ങള് വരാ. ഹേയ്, ഓക്കേ, ഹേയ്, ശരി. ഇങ്ങോട്ട് വന്നേന്നേ. ശരി, ഹേയ്, ശരി. ഒരു കാര്യം പറയാണ്ടെന്ന്. ഹേയ്, വിളിച്ചിട്ട് ചങ്ങാതിമാരൊന്നും മൈൻഡ് ചെയ്യണില്ല അല്ലേ? ഇപ്പം മതിയായില്ലേ? കിട്ടണ കാശ് മുഴുവനും കുടിച്ച് കൂത്താടി നടക്കുമ്പോൾ ഓർക്കണമായിരുന്നു. ഇനിയെങ്കിലും നീ കുടി നിർത്തി മര്യാദയ്ക്ക് ഒന്ന് ജീവിക്കാൻ നോക്ക്. പാവം ലീല. മോളിത് രാവിലെ തന്നെ എവിടെ പോയിരുന്നു? അമ്പലത്തില്. എന്താ ഇത്? പ്രസാദം. വേണ്ട മോളെ, അച്ഛൻ കുളിച്ചിട്ടില്ല. പിന്നെ അച്ഛന് വയ്യാതിരിക്കുന്ന കാര്യം ഭഗവാൻ അറിയാം. അതുകൊണ്ട് കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അമ്പലത്തിൽ നടപ്പന്തലിൽ വലിയൊരു പൂക്കളുണ്ടായിരുന്നു. എന്ത് രസത് കാണാൻ. കലാമേ കോലമിലാക്കിയ എന്തുട്ട് എവിടെ കിടക്കണേ? ഹൈ, എന്തുട്ട് കേട്ടോ? ലീലേ, ലീലേ, എവിടെ? ബാലോ, ശിവേട്ടനെ കണ്ടിട്ട് 2-3 ദിവസമായല്ലോ. ഒന്നും പറയണ്ട. ഉത്രാടപ്പാച്ചല്ലായിരുന്നിരിക്കുമല്ലേ? നമുക്കൊക്കെ എന്ത് ഉത്തരാടം തീരുമാനം, എന്നും പാച്ചിലല്ലേ. ശിവേട്ടനാ പറഞ്ഞത് നേര്. ആളെവിടെയാ? അകത്തുണ്ട്. ഓ, എൻ്റെ ദൈവേ. ബാലോ, ഹേയ്. കുറിയൊക്കെ തൊട്ട് കുട്ടപ്പനായിട്ടാണല്ലോ കിടക്കണത്. ഇതേ, ഇതാ പെണ്ണിന്റെ പണിയാ. ആര്? ആമിയുടെയോ? നന്നായി. അയ്യോ, ഓണായിട്ട് കമ്പനി ഒന്നില്ലേ? പിന്നെ സ്ഥിരം എടുക്കട്ടുണ്ട്. ഉത്സാഹ കമ്മിറ്റി കൂടിയപ്പോഴേ നിന്റെ ഓർമ്മയാ എനിക്ക് വന്നത്. ഞാനിപ്പോൾ വരാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു. അത് വേണ്ടായിരുന്നു. പിന്നടാ, ഒന്ന് പോടാ. അതെ, ഓണം, വിഷു എന്നീ നല്ല ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ചല്ലടാ അടിച്ചു തീർക്കാറ്. ഇപ്പം എങ്ങനെയാ? വേദനയൊക്കെ ഉണ്ടോ? വേദനയൊക്കെ ഉണ്ട്, മേലിനേക്കാൾ കൂടുതൽ. അതെ, 1 മിനിറ്റ് പോലും അടങ്ങി ഒതുങ്ങിയിരിക്കാത്ത ആളല്ലേ നീ. ഇതിപ്പോ 8-9 ദിവസമായില്ലേ നീ കിടക്കണ കിടപ്പ്? അതിൻ്റെ ഒരു മുഷ്ടിയിലായിരിക്കും. അതെ, അതിപ്പോ ശരിയാക്കി തരാം. ശിവേട്ടാ, ശിവേട്ട എന്താ കാണിക്കണേ? അതോടെ വെക്കി. എടാ, ഇത് നമ്മളെ സാധാരണ അടിക്കണ ചാത്തിലൊന്നുമല്ല. ശിവേട്ടാ, ഞാൻ പറയണെന്ന് കേക്ക്. എനിക്ക് വേണ്ട. നിനക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിച്ച. ശിവേട്ട വേണ്ട, പറയണെന്ന് കേക്ക്. ശിവേട്ട വേണ്ട, എനിക്കിപ്പോ വേണ്ട. ഒന്ന് പോടാ. ഓണായിട്ടൊന്നും അടിച്ചില്ലെങ്കിൽ എന്തുന്നടാ?
ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു സമാധാനമില്ല. ശിവേട്ടൻ ചെല്ല്, അവന്മാർക്ക് ക്ഷമ കെട്ട് കാണും. പിന്നെ ഞാനേ ഇതിവിടെ വച്ചേക്കാം. നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്ത് കഴിച്ചോ. അതെ, ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ലീല അറിയണ്ട കേട്ടോ. ആ എടിയുടെയും ചതവിൻ്റെയും കെട്ടൊക്കെ ഒന്ന് പോട്ടെ. ഓക്കേടാ തകരെ. കലാമേ കോലമിലാക്കിയ ഇതല്ലേ ബാലേട്ടൻ്റെ വീട്? ബാലേട്ടൻ്റെ വീട് തന്നെയല്ലേ? കുട്ടി, ബാലേട്ടൻ്റെ വീട് ഇത് തന്നെയല്ലേന്ന്? ആ, ഇത് തന്നെ. ആരാ മനസ്സിലായില്ല? അത് പിന്നെ ഞാൻ എൻ്റെ വണ്ടിമയാണ് ബാലേട്ടൻ. ആ, സാറായിരുന്നോ? കേറിയിരിക്കേ. ബാലേട്ടൻ ആ, കിടക്കാണ്. മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നില്ലേ? എന്ത് ചെയ്യാം, എന്തായാലും വരാനുള്ള വഴി തങ്ങില്ലല്ലോ. ബാലേട്ടൻ അകത്തുണ്ട്. വണ്ടി പരമാവധി ഞാൻ കൺട്രോൾ ചെയ്യാൻ നോക്കി. പക്ഷേ വന്നങ്ങ് കേറിയില്ലേ, കൊലപ്പറ്റായിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? വരാനുള്ളത് വന്നു. എല്ലാം ഓരോ തലയിലെടുത്താ സാറേ. ഈ കാര്യത്തിൽ പൂർണ്ണമായി തലയിലെഴുത്തിനെ കുറ്റം പറയാൻ പറ്റില്ല. കുറച്ചൊക്കെ നമ്മളും ശ്രദ്ധിക്കണം. ഈ ജീവനെന്ന് പറയണതേ തടിയും തൻ്റെ ഇടവും പത്രാസമൊന്നുമല്ല. അത് ഇവിടെ ഇരിക്കുന്ന ഇത്തിരി പോന്ന ഈ സാധനത്തിൻ്റെ മിടിപ്പ. അത് നിലയ്ക്കാനായി ഈ പറഞ്ഞ പോലെ ഒരുപാട് സമയമൊന്നും വേണ്ട. മിനിറ്റുകളോ സെക്കൻഡുകളോ മതി. അതുകൊണ്ട് സൂക്ഷിക്കണം. നടക്കുന്ന ഓരോ ചുവടിലും പറയണ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ കരുതലുണ്ടാവണം മനുഷ്യന്. ആ കരുതൽ നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നമ്മളെ ചുറ്റിപ്പറ്റി നമ്മുടെ തണലിൽ കഴിയുന്ന ഇങ്ങനെ കുറച്ച് ജീവിതങ്ങൾക്ക് കൂടിയുള്ളതാണ്. മോളുടെ പേരെന്താ? ആമീന്ന് വിളിക്കണ്. അനാമികാന്ന് പേര്. മോളിങ് വന്നേ. മോൾക്ക് അങ്കിളുടെ വക ഒരു ഓണസമ്മാനം. വാങ്ങിച്ചോ? തുറന്നു നോക്ക്, ഓണക്കോടിയാ. എന്താ മോൾക്കൊരു സന്തോഷമില്ലാത്തത്? ഇതാ മോളുടെ അച്ഛനും അമ്മയ്ക്കും കൂടിയുള്ള ഒരു ഓണക്കോടി. ഇപ്പം സന്തോഷമായ? ഒന്ന് തുറന്നു നോക്കിയേ. എന്തായാലും അസുഖമൊക്കെ മാറുമ്പോൾ ബാലിനോട് എന്നെ ഒന്നൊന്ന് കാണാൻ പറയണം. അവന് പറ്റിയൊരു ജോലി ഞാൻ കൊടുക്കാം. വീട്ടുകാർക്ക് ഓണക്കോടി എടുത്തപ്പോൾ നിങ്ങളെപ്പറ്റി ഞാൻ ഓർത്തു. അപ്പോൾ ഒരു ജോലി നിങ്ങൾക്ക് കൊടുത്തു. മനഃപൂർവ്വം അല്ലെങ്കിലും നിങ്ങളുടെ ഈ ഓണം കുളമാക്കാൻ ഞാനും കാരണക്കാരനായതല്ലേ. ബാലേട്ട ഉറങ്ങാണല്ലോ, ഇപ്പോൾ വിളിക്കണ്ട, ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം. അപ്പം ഇനി ഞാൻ വൈകിക്കുന്നില്ല, ഞാൻ ഇറങ്ങാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം.
മദ്യം മഹാവിഷം. കരുതിയിരിക്കുക. മരണവീര്യം നുരഞ്ഞു പൊങ്ങുന്ന അതിൻ്റെ ഓരോ അളവിലും അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നത് സമ്പത്തും സമാധാനവും മാത്രമല്ല, ആരോഗ്യപരമായ കുടുംബജീവിതം കൂടിയാണ്.